തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. കാണാൻ കൂട്ടാക്കാതെ വി.ഡി. സതീശൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ. ശേഷാദ്രിനാഥിനെ നിയമിച്ചതിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. കെ.പി.സി.സിയോട് പോലും ആലോചിക്കാതെ മുഖ്യമന്ത്രിയുടെ മാത്രം താൽപര്യപ്രകാരമാണ് ഇദ്ദേഹത്തെ നിയമിച്ചതെന്നാണ് ആരോപണം. അജണ്ടയിൽ ഉൾപ്പെടുത്താതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനകാര്യം മന്ത്രിസഭാ യോഗത്തിൽ വന്നതിന് പിന്നിൽ എന്തു താൽപര്യമാണെന്നതാണ് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി PM നിയാസ് ഉന്നയിക്കുന്ന ചോദ്യം. 15 വർഷമായി ശേഷാദ്രിനാഥൻ സംഘപരിവാർ ബന്ധമുള്ളയാളാണെന്നാണ് നിയാസ് പറയുന്നത്. ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെത്തി ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും കണ്ട് അദ്ദേഹം പരാതി അറിയിച്ചു. എന്നാൽ മുഖ്യമന്ത്രി കാണാൻ സമയം അനുവദിച്ചില്ല. പരസ്യ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്കുള്ള അതൃപ്തിയുടെ സൂചനയാണ് ഇതിനെ കാണുന്നത്. ശേഷാദ്രിനാഥന്റെ സംഘപരിവാർ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമ ഇടപെടലുകളെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് PM നിയാസ് കത്ത് നൽകിയത്. എന്നാൽ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടില്ല. നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. അനുകൂലമായ തീരുമാനം മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നതെന്ന് നിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതി ഉന്നയിച്ചതോടെ നിയമനം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി നിയമനത്തെ പിന്തുണയ്ക്കുകയും സംഘപരിവാർ ബന്ധമെന്ന ആരോപണം തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായ ശേഷാദ്രിനാഥൻ മാർച്ച് 31 ജില്ലാ ജഡ്ജിയായി വിരമിച്ചത്. ശേഷാദ്രിനാഥന്റെ നിയമനത്തിനെതിരെയുള്ള പ്രതിഷേധം തുടരാനാണ് നിയാസിന്റെ തീരുമാനം. അതിന് കെ.പി.സി.സി നേതൃത്വത്തിന്റെയും മറ്റ് ഉന്നത കോൺഗ്രസ് നേതാക്കളുടെയും പിന്തുണയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പരസ്യ പ്രതികരണം തുടർന്നിട്ടും അത് വിലക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നത് മുഖ്യമന്ത്രിക്കെതിരായ പടയൊരുക്കത്തിൽ PM നിയാസിന് പിന്തുണയുണ്ട് എന്നതിനുള്ള സൂചനയാണ്. സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിലും വീര്യം കുറഞ്ഞ മദ്യ നികുതി ഇളവ് നൽകുന്ന ബജറ്റ് പ്രഖ്യാപനത്തിലും മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ വിവാദം. മുഖ്യമന്ത്രി കൂടിയാലോചനകളില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന അതൃപ്തി ചില നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് PM നിയാസിനെ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും വിലക്കാത്തതും. അതേസമയം നിയാസിനെതിരെ കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ഷാജിർ അറാഫത്ത് രംഗത്തെത്തി. സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി സമൂഹത്തിൽ മാന്യത പുലർത്തുന്ന ന്യായാധിപർ അടക്കമുള്ളവരെ സംഘപാളയത്തിൽ എത്തിക്കരുത്. അതുപോലൊരു സ്വാർത്ഥ താൽപര്യത്തിന്റെ ഫലമായാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം BJPക്ക് ലഭിച്ചതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.